ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നീക്കം. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായെങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് ക്രൈംബ്രാഞ്ച്. വാർത്തയുടെ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, ഇന്നലെ അടക്കം ഷുഹൈബ് പറഞ്ഞിട്ടുള്ളത് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായത്. ചൊവ്വാഴ്ചയാണ് ഷുഹൈബിന്റെ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി കൃത്യമായ രീതിയിൽ മൊഴി നൽകണം എന്നുള്ളതടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് പോലും ഷുഹൈബ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് മൊഴിയെടുപ്പ് പൂർത്തിയാവട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു ഷുഹൈബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷുഹൈബ് കൃത്യമായി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം. മുൻപും നമുക്കറിയാം, ഈ ഒരു കേസ് നടക്കുന്ന സമയങ്ങളിൽ പോലും, അല്ലെങ്കിൽ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഷുഹൈബിനെ പിടികൂടാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പലതവണ ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും ഷുഹൈബ് പിടികൊടുത്തില്ല. അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും ഷുഹൈബ് സഹകരിച്ചില്ല എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു കേസ് ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം എന്ന് പറയുകയാണെങ്കിൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 2 അധ്യാപകരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 2 അധ്യാപകരോടും ഈ സമാനമായ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ ചോദ്യപേപ്പർ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള ചോദ്യത്തിന് 2 അധ്യാപകരും നൽകിയിരുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷുഹൈബ് പറഞ്ഞത് പ്രകാരമാണ് തങ്ങൾ തയ്യാറാക്കിയത് എന്നായിരുന്നു അധ്യാപകർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു ചോദ്യം മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഷുഹൈബിനോട് ചോദിക്കുമ്പോൾ ഷുഹൈബ് പറഞ്ഞത് ഈ 2 അധ്യാപകരും നിർദ്ദേശിച്ചതനുസരിച്ചാണ് താൻ ഈ ഒരു ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ താൻ യൂട്യൂബ് വഴി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അടുത്തതായി വീണ്ടും ചോദ്യം ചെയ്യേണ്ടതായി ഉണ്ട് എന്നുള്ളതും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അതായത് വീണ്ടും ഈ ഒരു ചോദ്യം അല്ലാതെ തന്നെ ക്രൈംബ്രാഞ്ച് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ലഭിച്ചത്, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഷുഹൈബ് യാതൊരു വിധത്തിലും സഹകരിച്ചില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തടയാനുള്ള ഒരു നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ചയാണ് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ 2 നേരത്തെ അറസ്റ്റിലായ ഫഹദും അതുപോലെ തന്നെ ജിഷ്ണും ഈ 2 അധ്യാപകരും അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും MS സൊല്യൂഷൻ സ്ഥാപനത്തിലെത്തി തെളിവെടുപ്പ് അടക്കം നടത്തിയ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു കാര്യത്തിലുണ്ടായിരുന്ന അതായത് ഈ മൊഴിയെടുപ്പിൽ നിന്നും ഈ തെളിവെടുപ്പിൽ നിന്നും അതുകൂടാതെ തന്നെ 2 അധ്യാപകരിൽ നിന്നും എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അടക്കമായിരിക്കും ഇനി ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഷുഹൈബിന്റെ പക്കലിൽ നിന്നും ആകെ ലഭിച്ചിരിക്കുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഹൈബ് പറയുന്ന ഒരു കാര്യം മറ്റ് 2 അധ്യാപകരും നിർദ്ദേശിച്ചത് പ്രകാരം മാത്രമാണ് താൻ യൂട്യൂബിലൂടെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നുള്ള കാര്യമാണ് ഷുഹൈബ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഈ ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഹൈക്കോടതിയെ ഇനി ക്രൈംബ്രാഞ്ച് സമീപിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഷുഹൈബിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുത് എന്നുള്ള കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ 25-ാം തീയതി വരെയുള്ളതാണ് 25 വരെയാണ് ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷുഹൈബിന്റെ അറസ്റ്റ് തടയുക എന്നുള്ളത് നീട്ടരുതെന്നും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ക്രൈംബ്രാഞ്ച് പ്രധാനമായും ഹൈക്കോടതിക്ക് മുൻപിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വൃന്ദ.